നമസ്കാരം എല്ലാവർക്കും. നമുക്കിന്ന് ഫുൾ മൂൺ ദിവസം നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടി നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടെക്നിക്കായിട്ട് നമുക്ക് എടുക്കാം. ഇത് വിഷ് മാനിഫെസ്റ്റേഷൻ പോലെ. അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഓഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കാം. പോസ് ചെയ്തിട്ട് സമയം എടുത്തോളൂ. ഓക്കെ, ഒന്ന് സമാധാനമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കാം. ഓക്കെ, ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലം, പറ്റിയാൽ റൂമിൽ ഇരുട്ടാക്കി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കൂ. ഓക്കെ, ഒന്ന് സമാധാനമായി ശാന്തമായി ഒരു സ്പേസിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, കിടക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ഇരുന്നോളൂ. ചമ്രം പണിഞ്ഞിരിക്കാൻ പറ്റിയാൽ നിലത്ത് ചാരി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ല എങ്ങനെയായാലും നിങ്ങൾ ചെയറിലിരുന്നിട്ടായാലും കുഴപ്പമില്ല, കിടന്നിട്ടായാലും കുഴപ്പമില്ല. കിടന്നിട്ടായാലും നിങ്ങൾക്കിത് കേൾക്കാം. ഓക്കെ, കുറച്ച് ബ്രീതിങ് ചെയ്യാനുണ്ട്. സോ പറ്റിയാൽ ആദ്യത്തെ ബ്രീതിങ് സമയത്തൊന്ന് ഇരിക്കാം. അത് കഴിഞ്ഞ് ബാക്കി മന്ത്രം ചാൻഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടന്ന് കേൾക്കുക, എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങളിതൊന്ന് പോസ് ചെയ്ത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കണ്ടുപിടിച്ചോളൂ. സമാധാനമായിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കൂ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബ്രീതിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കാം. വളരെയധികം റിലാക്സായി. ഓക്കെ, ആദ്യം ശ്വാസം ഒന്ന് ദീർഘനിശ്വാസം എടുത്തോളൂ. വായിലൂടെ വിടാം നിങ്ങൾക്ക്. ഓക്കെ, ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങില്ല, ജസ്റ്റ് ആദ്യം റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കാൻ പറ്റിയാൽ നല്ലത്. എല്ലാം നിങ്ങളുടെ ബോഡി ഫുള്ളൊന്ന് റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ കൈ കാല് എല്ലാം ലൂസാക്കി വിടുക. വളരെ റിലാക്സായിട്ട് ഒന്ന് ഇരിക്കാം. ബാക്ക് പറ്റുന്നത്ര സ്ട്രെയിറ്റ് ആക്കി വയ്ക്കാം. റിലാക്സ് ആകുമ്പോൾ ലേശം ഒന്ന് ബെൻഡാവും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ ഷോൾഡർ റിലാക്സ് ചെയ്യുക. ഷോൾഡർ ഇങ്ങനെ താഴത്തേക്ക് ഒന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ ഒന്ന് വിട്ടേക്കാം. ഓക്കെ, നമ്മൾ വളരെ ഇങ്ങനെ ഹാർഡായിട്ട് അത് പിടിച്ചു വയ്ക്കുക. അതുകൊണ്ടാണ് ഒന്ന് ഷോൾഡർ റിലാക്സ് ചെയ്യാം. അതിനുശേഷം ദേഹം എല്ലാം മൊത്തത്തിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കാം. കോൺസെൻട്രേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. ഫുൾ നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ മുഴുവൻ മറ്റ് സൗണ്ടുകൾ, പുറത്തുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. ആൻഡ് ഫേസ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാം. ഷോൾഡർ റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫേസിനെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ പല്ല് ഇങ്ങനെ നമ്മൾ വളരെ ടൈറ്റാക്കി പിടിക്കും. നമ്മുടെ പല്ലുകൾ ആ ഒരു കൂട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, അതൊന്ന് റിലാക്സ് ചെയ്യുക. ജോ റിലാക്സ് ചെയ്യാം. ഓക്കെ, താടി, നമ്മുടെ ജോ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്ത് വിടുക. ഒന്ന് ബ്രീത്ത് എടുക്കുക എന്ന് വിടുക. പല്ലിനെ മാക്സിമം, പല്ലിൻ്റെ ആ താഴത്തെ ജോ ഓക്കെ ഒന്ന് റിലാക്സ് ആക്കി വിടാം. അവിടേക്കാണ് നമ്മൾ കൂടുതലും സ്ട്രെസ് നമുക്ക് അറിയാം. ഓക്കെ, അതിനുശേഷം എല്ലാം ഒന്ന് റിലാക്സ് ആയെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് വലിക്കാം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ആൻഡ് സ്ലോലി റിലീസ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയ ശേഷം ഒരിക്കൽ കൂടെ വീണ്ടും നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡീപ്പായി എടുത്തോളൂ. ഓക്കെ, ആദ്യത്തെ 1-2 തവണ സ്ലോ ആയിട്ടേ കിട്ടുള്ളൂ, കുഴപ്പമില്ല, മെല്ലെ ചെയ്താൽ മതി. സ്ലോലി ഒന്ന് ഹോൾഡ് ചെയ്യാം. ആൻഡ് ഓക്കെ, സ്ലോ ആയിട്ട്, എത്രത്തോളം സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം സ്ലോ ആയി ചെയ്യാം. ഇതുപോലെ ഒരു 5 തവണ. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, കൗണ്ട് ചെയ്യാം. 5 4 3 2
2, 1. ഓക്കെ, ഒന്ന് മനസ്സ് വളരെയധികം റിലാക്സ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ കണ്ണുകൾ അകത്തുകൂടെ, ഓക്കെ, അതായത് ഉള്ളിൽ കൂടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയിലേക്ക് നിങ്ങൾ അല്പം കോൺസെൻട്രേഷൻ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് നമ്മൾ കണ്ണിങ്ങനെ മുകളിലേക്കാക്കി നിങ്ങളുടെ പുരികത്തിൻ്റെ നടുവിലേക്ക് നിങ്ങൾ നോക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ആൻഡ് അവിടെ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് ഒരു കാണാൻ ശ്രമിക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി നിങ്ങൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇത് ഇന്നത്തെ ദിവസം നമ്മളൊന്ന് തുടങ്ങാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വൈറ്റ് ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ആ നെറ്റിയുടെ നമ്മുടെ പുരികത്തിൻ്റെ നടുവിലായിട്ട് ഒരു കോൺസെൻട്രേഷൻ, നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യും. ഓക്കെ, അതിലേക്ക് ലേശം കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഒന്നുകൂടെ ഒരു ഡീപ്പ് ബ്രീത്ത് ലാസ്റ്റ് എടുത്തോളൂ. ഓക്കെ, ഫോക്കസ് മുഴുവൻ തേർഡ് ഐയിലേക്ക് വയ്ക്കാം ആൻഡ് റിലീസ്. ഓക്കെ, നമുക്കിനി കുറച്ച് അഫർമേഷൻസ് പറയാം. ആദ്യം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേട്ടാലും മതി. എനിക്ക് എന്നിൽ അതിയായ വിശ്വാസമുണ്ട്. എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. നല്ല കാര്യങ്ങൾ എന്നിലേക്ക് വരാനുള്ള ചിന്തകളിലേക്ക് നിരന്തരം എൻ്റെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കഴിവുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. ഞാൻ ഓരോ ദിവസവും മാനസികമായി കൂടുതൽ കരുത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. എന്തും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ എല്ലാവരോടും മാന്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അംഗീകാരവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നു. ആളുകൾ എന്നെ ഏറെ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. എനിക്ക് സമയമുണ്ട്. ഞാൻ തികച്ചും ഹാപ്പിയാണ്. ഞാൻ ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ അറിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു. ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. നന്ദി യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമ്മൾക്ക് മൂണിൻ്റെ ഫുൾ മൂണ് ദിവസമായതുകൊണ്ട് ഇന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഫുൾ മൂണിൻ്റെ ഒരു മന്ത്രം നമുക്ക് ജപിക്കാം. അതൊരു 21 തവണ ഞാനിവിടെ ഇടാം. ബാക്കി നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും വീണ്ടും ഒന്ന് റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കാം. മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. വളരെ ഹാപ്പിയാണ് നിങ്ങളെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ എല്ലാം നിങ്ങൾ ബാലൻസിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കാം. നിങ്ങളുടെ ചുറ്റും ഒരു വൈറ്റ് ലൈറ്റ്, ഒരു ഓറ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവരാം. ഡീപ്പ് ബ്രീത്ത് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓം സോം സോമായ നമഃ.
ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. ഓം സോം സോമായ നമഃ. കണ്ണടച്ചിരുന്ന് കുറച്ചു നേരം നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാം. എല്ലാ വിശ്വസും നിങ്ങളെ യൂണിവേഴ്സിന് സമർപ്പിക്കാം. എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് യൂണിവേഴ്സിന് നന്ദി പറയാം. എല്ലാം എനിക്ക് തന്നതിന് നന്ദി. എല്ലാം എന്നിലേക്ക് എത്തിക്കുന്നതിന് നന്ദി. എനിക്കിതുവരെ ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.